കണ്ണൂർ വാണിയപ്പാറയിൽ പള്ളി സെമിത്തേരിയിലെ കല്ലറയിലെ ദുരൂഹത നീക്കാൻ പോലീസ് 2006-2015 വർഷങ്ങളിൽ ഇതേ കല്ലറയിൽ അടക്കം ചെയ്ത രണ്ടുപേരുടെ ശരീരാവശിഷ്ടങ്ങളാണ് കല്ലറയിൽ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. എന്നാൽ ഒരു മൃതദേഹാവശിഷ്ടം മാറ്റാതെ മറ്റൊന്ന് കല്ലറയിലേക്ക് ഇറക്കുമോ എന്ന സംശയമാണ് ഇതിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. പ്രതികരണത്തിൽ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി ആ കല്ലറയിൽ പഴയ കല്ലറ 23 നമ്പർ കല്ലറയാണ് ഈ രണ്ട് ബോഡി വെച്ചിരുന്നത്. ഇപ്പോഴതിൻ്റെ നമ്പറാണ് 38. അതിനകത്ത് ഇപ്പോൾ യാതൊരു സംശയവുമില്ല. രണ്ട് ആൾക്കാരും ആ കല്ലറ തിരിച്ചറിഞ്ഞതും അവരുടെ ബന്ധുക്കളെ അടക്കിയ കല്ലറകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ട്, അല്ലെങ്കിൽ ഇനി പരാതി വരികയാണെങ്കിൽ അത് എക്സംഷൻ നടത്തിയിട്ട് വീണ്ടും അടിയനെ പരിശോധന നടത്തി സംശയ നിവാരണം നടത്തുന്നതാണ്. അതിനുള്ള നടപടി പോലീസ് പള്ളി അധികാരികൾ പരാതി തരികയാണെങ്കിൽ അത് ഒരു FIR ഇടണം. അതിന് പരാതി FIR ഇടുന്നതിനനുസരിച്ചുള്ള പരാതി വാങ്ങിച്ച് FIR ഇട്ടതിന് ശേഷം എക്സംഷൻ നടത്തി അതിൻ്റെ സംശയ നിവാരണം നടത്തുന്നതാണ്. ആ രണ്ട് ബോഡിയും വെച്ച ആൾക്കാരെ കണ്ടെത്തി. ആ കല്ലറേൻ്റെ നമ്പർ മാറിപ്പോയതാണ് ഈ ഇങ്ങനൊരു നടപടിക്ക് ആധാരം വന്നത്. അപ്പോൾ ആ രണ്ട് കല്ലറയിലും ആ കല്ലറയിൽ വെച്ച രണ്ട് ആൾക്കാരുടെ ബന്ധുക്കളെയും കണ്ടെത്തി പോലീസ് പള്ളിയുടെ അധികാരികളുടെ സഹായത്തോടെ. ഒരു കല്ലറയിൽ അത് തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് സഭയുടെ കാര്യങ്ങൾ അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നമ്മളിവിടെയുള്ള പല കല്ലറകളുടെ കണക്കെടുത്തതിൽ ഒരു കല്ലറയിൽ തന്നെ 3 ബോഡി വെച്ച കല്ലറകളുണ്ട്. സംശയം ഉണ്ടെങ്കിൽ എക്സംഷൻ നടത്തിയിട്ട് നടപടി സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് എക്സംഷൻ നടത്തി പരാതി FIR ഇട്ട് എക്സംഷൻ നടത്തിയതിനു ശേഷം നടപടി സ്വീകരിക്കുന്നതാണ്. പ്രദീപ് നാരായണൻ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ ചേരുന്നു. പ്രദീപ്, വാണിയപ്പാറയിലെ ഈ സംഭവം അതൊരു അസാധാരണത്വമുണ്ട്. കേൾക്കുമ്പോൾ 9 വർഷങ്ങൾക്കിടെ 2 പേരെ അടക്കം ചെയ്യുന്ന ഒരേ കല്ലറ, അതാണ് വിഷയം. അതിൽ പല ചോദ്യങ്ങളും പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സംശയം ഉണ്ടായത്? എന്തിനാണ് ആ കല്ലറ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന് പറയുന്നു. ഇപ്പോൾ പോലീസിന്റെ ഒരു വിശദീകരണം കേട്ടത് ഇത് ഒരു അസാധാരണമായ സംഭവങ്ങളൊന്നുമല്ല, ഇത് ഈ സഭയുടെ നടപടികൾ അറിയാത്തത് കൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? പ്രജിൻ, അസിത, ഇരിട്ടി വാണിയപ്പാറ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ ഉള്ളത് ഒരു പൊതുകല്ലറയാണ്. കുടുംബക്കല്ലറ അവിടെയില്ല. അപ്പോൾ പൊതുകല്ലറയിൽ ഓരോന്നിനും നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും റൊട്ടേഷൻ ചെയ്തുകൊണ്ടാണ് ഓരോ ആളുകളും മരിക്കുമ്പോഴും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനായി ഓരോ കല്ലറ തുറക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കഴിഞ്ഞ 13-ന് ഒരു മരണം നടക്കുകയും അതിൻ്റെ സംസ്കാരത്തിനായി 38-ാം നമ്പർ കല്ലറ തുറക്കുന്ന സമയത്താണ് അതിനകത്ത് ഒരു ശവപ്പെട്ടിയും അതിനോട് ചേർന്ന് ഒരു പായയിൽ പൊതിഞ്ഞ ഒരു മൃതശരീരത്തോട് ചേർന്ന് സാമ്യമുള്ള ഒരു രൂപവും കാണുന്നത്. ഇതേ തുടർന്നാണ് അതിൻ്റെ ഫോട്ടോ പുറത്തു വരികയും പിന്നീട് വലിയ സംശയങ്ങൾക്കും ദുരൂഹതകൾക്കും ഉള്ള വഴി തുറക്കുന്നത്. പിന്നീട് ഇടവക വികാരി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇടവക അംഗങ്ങളും ആ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ പിന്നീട് പോലീസ് പറഞ്ഞത് 2006-ലും 2015-ലും ഈ പറയുന്ന 38-ാം നമ്പർ കല്ലറയിൽ, നിലവിലെ 38-ാം നമ്പർ കല്ലറയിൽ സംസ്കാര ചടങ്ങുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ 2015 വരെയും അത് 23-ാം നമ്പർ കല്ലറയായിരുന്നു. പിന്നീട് പള്ളിയുടെ നവീകരണ പ്രവർത്തനം നടത്തുമ്പോഴാണ് ഇതിൻ്റെ നമ്പറുകൾ മാറിയതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. അതിൽ ആർക്കും ഒരു സംശയവുമില്ല എന്ന ഒരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇടവക വികാരി ഇന്നും നമ്മളോട് പറഞ്ഞത് ഇതിൻ്റെ ദുരൂഹത മാറ്റണം. കാരണം ഒരു കല്ലറക്കകത്ത് ഒരു മൃതശരീരം അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരു മൃതദേഹം ഇറക്കില്ല. അത് പൂർണ്ണമായി നീക്കം ചെയ്ത ശേഷം അറക്കപ്പൊടിയിട്ട് വെള്ളത്തുണി വിരിച്ച ശേഷം മാത്രമേ മറ്റൊരു മൃതദേഹം അതിൽ സംസ്കരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ 2 മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലെ ഒന്ന് കാണുന്ന സാഹചര്യത്തിൽ അതിലൊരു ദുരൂഹത നീക്കണമെന്ന് തന്നെയാണ് ഇടവക ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ പോലീസ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഇടവകയിൽ നിന്നും പരാതി ലഭിച്ചാൽ അതിൻ്റെ FIR ഇട്ട് അതിൻ്റെ അന്വേഷണങ്ങൾ ആരംഭിക്കും. RDO ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ കല്ലറ തുറക്കാൻ സാധിക്കൂ. അതിന് നിയമപരമായ കുറച്ച് കടമ്പകൾ കടക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ച് പരാതി ലഭിക്കുകയാണെങ്കിൽ കല്ലറ തുറന്ന് പരിശോധിക്കുമെന്ന് തന്നെയാണ് കരിക്കോട്ടക്കരി പോലീസ് അധികൃതർ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ആ കല്ലറ തുറക്കുമെന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിൻ, അസിത. ശരി, പ്രദീപ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.